അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്ന അതേ അളവിൽ പടച്ചവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ സമ്പാദിക്കുന്നതിൻ്റെ അതല്ലെങ്കിൽ ആ സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിൽ ചിലപ്പോൾ നമ്മൾ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് പിശുക്ക് കാണിക്കാറുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. അവരിൽ ഇപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയൊക്കെയുള്ള ഏകദേശം ഒരു 6ഓളം പേർ അതിധനാഢ്യരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, തൻ്റെ ഉറ്റ സഹായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സമ്പാദ്യം, മരണശേഷം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള ഒരു കണക്കുണ്ട്. 5,76,00,000 ദിർഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്നാണ്. അതായത് സൂക്ഷിപ്പ് മുതലായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 22 ലക്ഷം ദിർഹം വരുന്ന സ്വത്തുക്കൾ തിരിച്ചു കൊടുത്തതിന് ശേഷം 5,76,00,000 ദിർഹം. അപ്പം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ അത് 3ആക്കി മാറ്റി, അതിൽ 1/3 വസിയത്തിന് മാറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് കിട്ടുന്ന ഓഹരി 48 ലക്ഷം ദിർഹമാണ്. അതായത് 1/8, ഒരു ഭാര്യയ്ക്ക് കിട്ടുന്നത് 12 ലക്ഷം ദിർഹം. അപ്പോൾ നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്, നല്ല മനുഷ്യന് എത്രയോ നല്ലതാണ് നല്ല പണം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളാണ് നമ്മൾ മുന്നിൽ വെച്ച് നമുക്ക് ചെലവഴിക്കുന്നതിനും സമ്പാദിക്കുന്നതിനും തന്നെ പ്രേരകമാകേണ്ടത്.